morning. Good morning. Okay. ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്ന സ്ക്രീൻ ഓക്കെ ആണോ, ക്ലിയർ ആണോ എന്ന് നോക്കിയേ. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലെ? എവിടെ വരെയാ നമ്മൾ പറഞ്ഞത്? ഇൻട്രൊഡക്ഷൻ ആണോ പറഞ്ഞു നിർത്തിയത്? ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അല്ലേ? ഓക്കെ ആണോ? ഇൻട്രൊഡക്ഷൻ അല്ലേ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ? എവിടെ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയത്? എവിടെ വരെ പറഞ്ഞു നിർത്തിയത്? ഒന്ന് ടൈപ്പ് ചെയ്തിടൂ. സ്റ്റാർട്ട് ചെയ്തില്ല. ജസ്റ്റ് പറഞ്ഞുള്ളൂ അല്ലേ? ഓക്കെ. ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്നാണ് എന്റെ ഒരു ഓർമ്മ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പുതിയ ചാപ്റ്റർ നമ്മൾ തുടങ്ങുകയാണ്. ഏതാണ്? ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ. നമ്മൾ ടൈപ്പ് 3 സർവീസ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ പറഞ്ഞു നിർത്തിയുള്ളൂ അല്ലേ? ഓക്കെ. പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ ആദിത്യ ദേവിന്. 52 ട്ടോ. ഓക്കെ. അപ്പൊ പുതിയ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഏതാണ്? ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ. ആ പേരിൽ തന്നെ അറിയാം അല്ലേ? എവിടെ നിന്നാണ് ഇൻഫെക്ഷൻ അക്യൂർ ചെയ്യുന്നത്? ഹോസ്പിറ്റലിൽ നിന്ന്. ഹോസ്പിറ്റലിൽ നിന്ന് അക്യൂർ ചെയ്യുന്ന ഇൻഫെക്ഷനെയാണ് ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. എന്താ? ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ. അവിടെ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്. HAI നമുക്ക് ഷോർട്ട് ഫോമിൽ പറയാം കേട്ടോ. അപ്പൊ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിക്കും. എക്സ്പാൻഡ് HAI എന്താണ്? ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ. അതാണ് HAI എന്നുള്ളതിന്റെ എക്സ്പാൻഡഡ് ഫോം കേട്ടോ. ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ. ഫസ്റ്റ് ലെറ്റേഴ്സ് നമ്മൾ എടുത്ത് ഇതാണ് HAI. HAI എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ. പേരിന് അറിയാം എവിടെ നിന്ന് അക്യൂർ ചെയ്യുന്നതാണ്, എവിടെ നിന്ന് കിട്ടുന്നത്? ഹോസ്പിറ്റലിൽ നിന്നും അക്യൂർ ചെയ്യുന്ന ഇൻഫെക്ഷനെയാണ് ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ നോക്കിയേ. A hospital acute infection is also known as nosocomial infection. അപ്പോ ഈ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. കണ്ടോ? അതിന്റെ മറ്റൊരു പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. അണ്ടർലൈൻ ചെയ്തിട്ടോ. ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. Nosocomial is derived from the Latin word nosocomion. അടുത്ത ക്വസ്റ്റ്യൻ അവിടെ കിടക്കുന്നുണ്ട്. The word nosocomial. ഈ nosocomial എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തത് ഒരു ലാറ്റിൻ വേർഡ് നിന്നാണ്. ഏത് വേർഡാണ്? നോസോകോമിയോൺ. നോസോകോമിയോൺ എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൽ നിന്നാണ് നോസോകോമിയൽ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത്. രണ്ട് ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി അവിടെ. ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഇനി നോസോകോമിയൽ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തത് ഏത് വേർഡിൽ നിന്നാണ്? ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഏതാണ് ആ ലാറ്റിൻ വേർഡ്? നോസോകോമിയോൺ. ഓക്കെ, ക്ലിയർ അല്ലേ? The nosocomial is derived from the Latin word nosocomion. NOSOKOMEION. Then, what is the meaning? Which means the hospital. അടുത്ത ക്വസ്റ്റ്യൻ എടുക്കണോ? The word nosocomion means. എന്താണ് നോസോകോമിയോൺ എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിന്റെ മീനിങ് എന്താണ്? ഹോസ്പിറ്റൽ. ക്ലിയർ ആയോ? 3 ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. ഫസ്റ്റ് സെന്റൻസ് 3 ക്വസ്റ്റ്യൻ അവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് നേരെ കിടക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേര് നോസോകോമിയൽ ഇൻഫെക്ഷൻ. നോസോകോമിയൽ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത് ഒരു ലാറ്റിൻ വേർഡ് ആണ്. ആ ലാറ്റിൻ വേർഡ് ഏതാണ്? നോസോകോമിയോൺ. എന്താണ്? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് നോസോകോമിയോൺ? എന്താണ് മീനിങ് നോസോകോമിയോൺ? ഹോസ്പിറ്റൽ. ക്ലിയർ അല്ലേ? അത് നോക്കിയേ.
is an infection. Hospital acquired infection is അല്ലെങ്കിൽ nosocomial infection എന്ന് പറഞ്ഞാൽ എന്താ? Is an infection that is acquired in hospital or other healthcare facility. ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്നൊക്കെ അക്വയർ ചെയ്യുന്ന ഇൻഫെക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നും അല്ലെങ്കിൽ ഓർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. കണ്ടോ? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആൻഡ് ഓൾസോ നോൺ ആസ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. ഈ മൂന്ന് പേരും സെയിം തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഈ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. മൂന്നും സെയിം തന്നെയാണ്. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാലും നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാലും ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. Such an infection may be occurred in hospitals, rehabilitation centers, nursing home, outpatient clinic, diagnostic laboratories or other clinical settings. ഈ ഇൻഫെക്ഷൻ എവിടെ നിന്നൊക്കെ അക്വയർ ചെയ്യാം? ഇൻഫെക്ഷൻ നമുക്ക് എവിടെ നിന്നൊക്കെ അക്വയർ ചെയ്യാം? ഹോസ്പിറ്റലിൽ നിന്ന് അക്വയർ ചെയ്യും അല്ലെ? ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും. റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, പുനരധിവാസ കേന്ദ്രങ്ങള് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചല്ലേ? റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് പ്രായമായ ആളുകളെയൊക്കെ നമ്മൾ അവരുടെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ അല്ലെ, അവർക്ക് ട്രീറ്റ്മെന്റിനേക്കാൾ കൂടുതൽ എന്റർടൈൻമെന്റിന് വേണ്ടി അങ്ങനെയുള്ള സെന്റേഴ്സ് ആണ് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അവർക്ക് ഇനി അവസാന കാലങ്ങളില് പിന്നെ സന്തോഷമൊക്കെ കൊടുത്ത് അവരെ നോക്കുന്ന തരത്തിലുള്ള സെന്റേഴ്സ്, പുനരധിവാസ കേന്ദ്രങ്ങള്. പിന്നെ നഴ്സിംഗ് ഹോം, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്, ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ഓർ അതർ ക്ലിനിക്കൽ സെറ്റിംഗ്സ്, മറ്റുള്ള ക്ലിനിക്കൽ സെറ്റിംഗ്സ്. ഇവിടെ നിന്നൊക്കെ നമുക്ക് ഇൻഫെക്ഷൻ അക്യൂർ ചെയ്യാം. അണ്ടർലൈൻ ചെയ്തത് infection may be occurred in എവിടെ നിന്നൊക്കെ അക്വയർ ചെയ്യാന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന്, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, നഴ്സിംഗ് ഹോം, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്, ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ഓർ അതർ ക്ലിനിക്കൽ സെറ്റിംഗ്സ്. ഇവിടെ നിന്നൊക്കെ എന്ത് ചെയ്യാം? occur ചെയ്യാം. Infection is spread to the affected patient in the clinical settings by many means. Infection is spread to the affected patient in clinical settings by many means. Infection നമുക്ക് ഇത് ഈ ഒരു ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ നിന്ന് പേഷ്യൻസിലേക്ക് പല രീതിയിൽ നമുക്ക് എന്താ പറയാ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ നിന്ന് പല വഴിയിലൂടെ പേഷ്യന്റിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. സ്പ്രെഡ് ചെയ്യും. Infection is spread to the affected patient in the clinical settings by many means. പല മാർഗങ്ങളിലൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. നോക്കിയേ, ഒരു കാരണം ആരാ നോക്കിയേ? ഹെൽത്ത് കെയർ സ്റ്റാഫ് ഓൾസോ സ്പ്രെഡ് ഇൻഫെക്ഷൻ. കണ്ടോ? ഹെൽത്ത് കെയർ സ്റ്റാഫ്, ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻ വരാം. എങ്ങനെയൊക്കെ? ഡിസൈഡ് ടു കണ്ടാമിനേറ്റഡ് എക്യുപ്മെന്റ്സ്, അവർ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ, മലിനമാണെങ്കിൽ ആ എക്യുപ്മെന്റ്സിൽ കൂടെ നമുക്ക് പേഷ്യൻസിലേക്ക് ഇൻഫെക്ഷൻ വരാൻ പാടില്ലേ? അല്ലേ? അതല്ല CSSD-യിലൊക്കെ പറയുന്നത്. സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് വേണം ഉപയോഗിക്കാൻ. അപ്പൊ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് തന്നെ കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ എന്ത് പറ്റും? ഇൻഫെക്ഷൻ വരും അല്ലേ? അപ്പോ ഹെൽത്ത് കെയർ സ്റ്റാഫ് എങ്ങനെയാണ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യിക്കുന്നത്? എങ്ങനെയാണ്? ഒരു മാർഗം എന്ന് പറഞ്ഞാൽ അവർ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ അതിൽ കൂടെ പേഷ്യൻസിന് ഇൻഫെക്ഷൻ വരാം. ബെഡ് ലിനൻ എന്ന് പറഞ്ഞാൽ തലയിണകളൊക്കെ ഇല്ലേ, പ്രോപ്പർ ആയിട്ട് നമ്മള് ലോണ്ടറി ലിനനിലൊക്കെ പറഞ്ഞില്ലേ? ലോണ്ടറി ലിനൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പഠിക്കാനുള്ള ചാപ്റ്റർ ആണ്. അവിടെ ബെഡ്ഷീറ്റുകള്, അതുപോലെ തന്നെ ക്ലോത്ത്സുകള്, പേഷ്യന്റിന്റെ ഡ്രസ്സുകൾ, ഇങ്ങനെയുള്ള കർട്ടൻ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ് ലോണ്ടറി ആൻഡ് ലിനൻ എന്ന് പറയുന്നത്. അപ്പൊ ബെഡ് ലിനൻ എന്ന് പറഞ്ഞാൽ തലയിണകൾ. അപ്പൊ അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് അലക്കിയില്ല, അലക്കാത്ത അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ കൂടെ ഇൻഫെക്ഷൻ വരാം. ബെഡ് ലിനൻ വഴി, തലയിണകളൊക്കെ വഴി. പിന്നെ ഓർ എയർ ഡ്രോപ്സ്, AIR. ടെക്സ്റ്റ് ഒന്ന് നോക്കിയേ, ടെക്സ്റ്റിൽ അങ്ങനെയാണോ കിടക്കണേ നോക്കിയേ. ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്ന സ്ക്രീനിൽ ചെറിയ ഇതുണ്ട്. ഓക്കെ.
എയർ ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ വായു തുള്ളികളിലൂടെ വരാം. ഇപ്പൊ അതായത് ഹോസ്പിറ്റലിലെ ആ സ്റ്റാഫിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അവര് സംസാരിക്കുമ്പോൾ ആ ഇൻഫെക്ഷൻ നേരെ എയറിൽ കൂടെ അല്ലെ, ഇപ്പൊ നമ്മള് ചുമക്കോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ നേരെ എയറിൽ കൂടെ വരാം. ആ എയർ ശ്വസിക്കുന്ന പേഷ്യന്റിന് ഇൻഫെക്ഷൻ വരാലോ അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ഇൻഫെക്ഷൻ പല രീതികളിലൂടെ സ്പ്രെഡ് ചെയ്യാം. അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ. ഹെൽത്ത് കെയർ സ്റ്റാഫിൽ നിന്ന് എങ്ങനെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം? എങ്ങനെയാ? കണ്ടാമിനേറ്റഡ് എക്യുപ്മെന്റ്സ് വഴി, വെറ്റ് ലിനൻ ഓർ എയർ ഡ്രോപ്സ്, അതിലൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. It can also originate from the outside environment. ഇനി ഇൻഫെക്ഷൻ നമ്മൾ പുറമേ നിന്നാകാം, ഔട്ട്സൈഡ് എൻവയോൺമെന്റിൽ നിന്നാകാം, പുറമേ നിന്നാവാം, അല്ലെങ്കിൽ അതർ ഇൻഫെക്റ്റഡ് പേഷ്യന്റ്, ഇനി ഇൻഫെക്ഷൻ ഉള്ള വേറെ പേഷ്യന്റിൽ നിന്ന് വരാം. ഇൻഫെക്ഷൻ ഉള്ള വേറെ രോഗികളിൽ നിന്നും ഇൻഫെക്ഷൻ വരാം. ഇനി സ്റ്റാഫ് ഹു ആർ ഇൻഫെക്റ്റഡ്, നമ്മൾ ആദ്യം പറഞ്ഞു, ഇനി ഇൻഫെക്ഷൻ ഉള്ള സ്റ്റാഫുകളിൽ നിന്നും പേഷ്യന്റിലേക്ക് ഇൻഫെക്ഷൻ വരാം. ഇവിടെ പേഷ്യന്റ് എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും അസുഖങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലൂലേ, ആ പേഷ്യന്റ്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റിൽ അവിടുത്തെ സ്റ്റാഫിന് ഇങ്ങനെ ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ ഉണ്ട്, അങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് വരാം. Then നോക്കിയേ, or in some cases source of infection cannot be ascertained. Ascertain എന്ന് പറഞ്ഞാൽ തിട്ടപ്പെടുത്തുക. ഇനി ചില കേസുകളിൽ നമുക്ക് ഇൻഫെക്ഷൻ എവിടെ നിന്നാണ് വരുന്നത് എന്ന് നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അതിന്റെ ഒറിജിൻ എവിടെ നിന്നാണ്, അല്ലെങ്കിൽ ആ ഇൻഫെക്ഷൻ എങ്ങനെയാ സ്പ്രെഡ് ചെയ്തത്, എവിടെ നിന്ന് വന്നു എന്നുള്ളത് നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റില്ല. ഏതൊക്കെയാ നോക്കിയേ, എങ്ങനെയൊക്കെയാവാം ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത്? ഔട്ട്സൈഡ് എൻവയോൺമെന്റിൽ നിന്നാവാം, അതർ ഇൻഫെക്റ്റഡ് പേഷ്യൻസിൽ നിന്നാവാം, ഇൻഫെക്ഷൻ ഉള്ള ആളുകളിൽ നിന്നാവാം. ഇനി ചില കേസുകളിൽ നമുക്ക് ഇൻഫെക്ഷന്റെ സോഴ്സ് എവിടെയാണ് അല്ലെ, സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ cannot be ascertained, നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ. ഇനി in certain cases the microorganism emerged from the patient's own skin, opportunities after surgery. ഇനി ചില കേസുകളില് നമ്മുടെ പേഷ്യൻസിന്റെ ബോഡിയില് സ്വന്തമായിട്ട് ആ സ്കിന്നില് സ്വതമേ നമുക്ക് ഇൻഫെക്ഷൻ വരാം. ഏത് സമയത്ത്? സർജറി ചെയ്യുന്ന സമയത്ത്. കണ്ടോ? Becoming opportunities after surgery. സർജറിക്ക് ശേഷം ചിലപ്പോ പേഷ്യൻസിന്റെ ബോഡിയില് അല്ലെങ്കിൽ സ്കിന്നില് ഇൻഫെക്ഷൻ വരാം അല്ലെ. ചില ഇത് സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഇൻഫെക്ഷൻ ആയ കേസുകളൊക്കെ ഇല്ലേ, അങ്ങനെയും നമുക്ക് ഇൻഫെക്ഷൻ വരാം. അത് നമ്മൾ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എക്യുപ്മെന്റ്സ് തന്നെ ആ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കണ്ടാമിനേറ്റഡ് അല്ലെങ്കിൽ നമുക്ക് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ വരാം അല്ലെ. സർജറി ചെയ്ത ഭാഗത്ത് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വരാം. അപ്പൊ സർജറിക്ക് ശേഷം ചില ചില പേഷ്യൻസിന്റെ ബോഡിയിൽ മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാം. അത് മൈക്രോ ഓർഗാനിസംസ് ഇങ്ങനെയുള്ള സൂക്ഷ്മജീവികൾ പ്രത്യക്ഷപ്പെടാം. Then nosocomial infection shows a tendency to lack proof that it was present when the patient brought into the healthcare settings. അപ്പൊ അതായത് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാണ്. ആ ചെല്ലുന്ന സമയത്ത് അവർക്കൊരു തെളിവില്ല ഇവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു തെളിവുമില്ല നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളത്. പക്ഷേ അവർക്ക് ഇൻഫെക്ഷൻ വന്നാൽ നമുക്ക് എന്തെന്നാ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇൻഫെക്ഷൻ എവിടെ നിന്ന് അക്യൂർ ചെയ്തത്? പോസ്റ്റ് അഡ്മിഷൻ. ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം ഇൻഫെക്ഷൻ വന്നതാന്നല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ. നമുക്കത് എന്താ പറയാ, ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആ വ്യക്തിക്ക് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറയാൻ ഒരു തെളിവുമില്ല. പക്ഷെ അഡ്മിഷൻ ആയതിനു ശേഷം ആ പേഷ്യന്റിന് ഇൻഫെക്ഷൻ വന്നെങ്കിൽ ഇൻഫെക്ഷൻ എവിടെ നിന്ന് കിട്ടിയതാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാന്നല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ എനിക്ക് വയറുവേദനയായി, ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പൊ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുന്ന സമയത്ത് എനിക്ക് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റൂല അവർക്ക് അല്ലെ. എനിക്ക് വയറുവേദനയായിട്ടാണ് ഞാൻ ചെന്നത്. പക്ഷേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം എനിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ നമുക്ക് എന്തെന്നാ പറയാൻ പറ്റുള്ളൂ? ഇൻഫെക്ഷൻ എവിടെന്നാ അക്യൂർഡ് പോസ്റ്റ് അഡ്മിഷൻ. അവിടെ അഡ്മിറ്റ് ആയതിനു ശേഷമാണ് ഇൻഫെക്ഷൻ വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇൻഫെക്ഷനിൽ പറഞ്ഞേക്കുന്നത്. ഒരുവിധം കാര്യങ്ങൾ ക്ലിയർ ആയോ?
ഓക്കെ ആണോ? നമ്മൾ എന്തൊക്കെയാ അതിനകത്ത് പറഞ്ഞത്? ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേര് നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഇത് ഡിറൈവ് ചെയ്തത് നോസോകോമിയോൾ എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ്. ആ വേർഡിന്റെ മീനിങ് എന്താണ്? ഹോസ്പിറ്റൽ എന്നാണ്. ഇനി ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. ഇനി ഈ ഇൻഫെക്ഷൻ എവിടെ നിന്ന് അക്വയർ ചെയ്യാം? ഹോസ്പിറ്റലിൽ നിന്നോ, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിലോ, നഴ്സിംഗ് ഹോം, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്, ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ഓർ അതർ ക്ലിനിക്കൽ സെറ്റിംഗ്സ്, ഇവിടെ നിന്നൊക്കെ ഇൻഫെക്ഷൻ വരാം. ഇനി ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് പല മാർഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഇനി ഹെൽത്ത് കെയർ സ്റ്റാഫിൽ നിന്നും ഇൻഫെക്ഷൻ നമുക്ക് വരാം. എങ്ങനെയാണ്? അവര് കണ്ടാമിനേറ്റഡ് എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നത് വഴി, വെന്റിലേറ്റർ, തലയിണകള് അല്ലെങ്കിൽ എയർ ഡ്രോപ്സിലൂടെ ഒക്കെ ഈ ഹെൽത്ത് കെയർ സ്റ്റാഫിൽ നിന്ന് ഇൻഫെക്ഷൻ വരാം. ഇനി അല്ലാതെ നമുക്ക് എങ്ങനെയാ ഇനി ഇൻഫെക്ഷൻ എങ്ങനെ നമുക്ക് ഒറിജിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് പുറമെ ഔട്ട്സൈഡ് എൻവയോൺമെന്റിൽ നിന്ന് വരാം. പിന്നെ അതുപോലെ തന്നെ ഇൻഫെക്ഷൻ ഉള്ള ആളുകളിൽ നിന്ന് വരാം, ഇൻഫെക്ഷൻ ഉള്ള സ്റ്റാഫുകളിൽ നിന്ന് വരാം. ഇനി ചില കേസുകളിൽ ഈ ഇൻഫെക്ഷൻ എവിടുന്നാ വന്നത്, അതിന്റെ സോഴ്സ് നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റില്ല. ഇനി ചില കേസുകളിൽ പേഷ്യൻസിന്റെ ബോഡിയിൽ സ്വന്തമായിട്ട് ഇൻഫെക്ഷൻ വരാം. എപ്പോഴും സർജറിക്ക് ശേഷം, സർജറി ചെയ്യുമ്പോൾ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ പോലെ ആണെങ്കിൽ അവർക്ക് സർജറിക്ക് ശേഷം ഇൻഫെക്ഷൻ സ്വന്തമായിട്ട് വരാം. ഇനി ഈ ഇൻഫെക്ഷൻ നമ്മളൊരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറയാൻ ഒരു തെളിവും ഇല്ല. എന്നിട്ട് നമുക്ക് ഇൻഫെക്ഷൻ അവർക്ക് വരികയാണെങ്കിൽ എന്തെന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റും? ഇൻഫെക്ഷൻ എവിടെ നിന്ന് അക്വയർ ചെയ്തത്? പോസ്റ്റ് അഡ്മിഷൻ. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിയേ, വാട്ട് ആർ ദ സിംപ്റ്റംസ് ഓഫ് നോസോകോമിയൽ ഇൻഫെക്ഷൻ? നോസോകോമിയൽ ഇൻഫെക്ഷന്റെ സിംപ്റ്റംസ് എന്തൊക്കെയാണ്? അതിനകത്ത് നമുക്ക് ഫസ്റ്റത്തെ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്, അതിന്റെ താഴെ ഒരു സബ് ഹെഡിങ് പോലെ കൊടുത്തേണ്ട ഫോർ HAI എന്ന് പറഞ്ഞ എന്താ? ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. ദ ഇൻഫെക്ഷൻ മസ്റ്റ് അറൈസ്. നമുക്ക് ഇൻഫെക്ഷൻ എങ്ങനെയൊക്കെ വരാം? ഓക്കെ, up to 48 hours after hospital admission. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയതിനു ശേഷം, ആഫ്റ്റർ ഉണ്ടോ, ആയതിനു ശേഷം എത്ര വരെ? 48 hours വരെ. അതായത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയതിനു ശേഷം 48 മണിക്കൂർ വരെ. അപ്പൊ അങ്ങനെ ഇൻഫെക്ഷൻ ആണെങ്കിൽ അതിന് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറയാം. പേഷ്യന്റ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയതിന്, അതായത് 48 മണിക്കൂർ വരെ, അഡ്മിറ്റ് ആയതിനു ശേഷം 48 മണിക്കൂർ വരെ ആ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അതിനെ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറയാം. up to 3 days after discharge. ഇനി ആ പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് പോണ വരേക്കും ഇൻഫെക്ഷൻ ഒന്നും ഇല്ല കണ്ടോ. എന്നിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോയിട്ട് 3 ദിവസം കണ്ടോ, ആഫ്റ്റർ ഡിസ്ചാർജ്, 3 days ആഫ്റ്റർ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം 3 ദിവസം വരെ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ എന്തെന്ന് പറയാം? ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു, ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് പോണ സമയം വരെ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ വീട്ടിൽ ചെന്നു, അന്ന് എനിക്ക് കുഴപ്പമില്ല, പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അത് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറയാം. മനസ്സിലാവുന്നില്ലേ പറയണേ? ഡിസ്ചാർജ് ചെയ്ത് 3 ദിവസം വരെ ആ പേഷ്യന്റിന് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ, 1ാമത്തെ ദിവസം, 2ാമത്തെ ദിവസം, 3ാമത്തെ ദിവസം വരെ ഇൻഫെക്ഷൻ വരികയാണെങ്കിലും നമുക്ക് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറയാം അതിനെ. അടുത്ത് നോക്കിയേ, ഇൻ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി വെൻ someone was admitted for reason except എന്ന് വെച്ചാൽ ഒഴികെ, ഏതൊഴികെ? ഫർദർ ഇൻഫെക്ഷൻ. ഇനി ഇൻഫെക്ഷൻ അല്ലാത്ത ഒരു കാരണം കൊണ്ട് ആ പേഷ്യന്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ അഡ്മിറ്റ് ആയി, എന്നിട്ട് നമുക്ക് ഇൻഫെക്ഷൻ വരുവാണെങ്കിലും ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറയും. അതാ ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിള്, എനിക്ക് വയറുവേദനയായിരുന്നു, ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു, അത് അവിടെ അഡ്മിറ്റ് ആയിട്ട് നമുക്ക് പിറ്റേ ദിവസം എനിക്ക് ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. ആ ഇൻഫെക്ഷൻ എനിക്ക് എവിടെന്നാ വന്നത്? ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഇൻഫെക്ഷൻ ആണെന്ന് പറയാൻ പറ്റും. ക്ലിയർ ആയില്ലേ? അടുത്ത പോയിന്റ്, ഈ ഇൻഫെക്ഷൻ അല്ലാത്ത ഒരു കാരണം കൊണ്ട്, ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി, പക്ഷെ അയാൾക്ക് ഇൻഫെക്ഷൻ വന്നു. ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ രോഗം അല്ലായിരുന്നു അയാൾക്ക്, ഇൻഫെക്ഷൻ അല്ലാത്ത ഒരു രോഗം മൂലം അയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി, പക്ഷെ അയാൾക്ക് ഇൻഫെക്ഷൻ വരുന്നു.
അങ്ങനെയാണെങ്കിലും എന്ത് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്ന് പറയാം. നമ്മൾ ഫസ്റ്റത്തെ പോയിന്റിൽ പറഞ്ഞത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം 48 മണിക്കൂർ വരെ ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ അത്, ഇനി ഡിസ്ചാർജ് ചെയ്ത് 3 ദിവസം വരെ ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ആണ്. ഇനി ഇൻഫെക്ഷൻ അല്ലാത്ത ഒരു കാരണം കൊണ്ടും ആ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി, പക്ഷെ അയാൾക്ക് ഇൻഫെക്ഷൻ വരുവാണെങ്കിലും ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. 3 കേസുകളാണ് അവിടെ പറഞ്ഞേക്കണേ. ക്ലിയർ അല്ലേ 3 എണ്ണവും? ഓക്കെ, രേഷ്മ മാത്രമുള്ളോ ക്ലാസ്സില്? പിന്നെ നമ്മുടെ ലിമിറ്റേഷൻ മൂലം നമ്മളല്ലാതെ സംസാരിക്കുന്നില്ല എന്നുള്ളൂ കേട്ടോ. ഇടയ്ക്കൊക്കെ തമ്മിട്ടാലാണ് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ അവിടെ തന്നെ ഇല്ലേ? അത് ഈ സ്ക്രീനൊക്കെ ഇവിടെ ആണ് ക്ലാസ്സിലൊക്കെ ഓണാക്കി വെച്ചിട്ട് കുക്കിങ്ങിനൊക്കെ പോയേക്കാണോ? കുറച്ച് സമയമല്ലേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ഇടാൻ സമയം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒരു തമ്പങ്ങ് ഇട്ടാൽ മതി. അപ്പൊ എനിക്ക് അറിയാലോ നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്നുള്ളത്. ഓക്കെ, അല്ല, കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണോ? രാവിലത്തെ ജോലിയൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടല്ലേ ക്ലാസ്സിൽ കയറണേ? ഇനിയിപ്പോ നിങ്ങൾക്ക് 12 നിങ്ങൾ ഫ്രീ ആവുമല്ലോ അല്ലെ? പിള്ളേരെയൊക്കെ കുട്ടികൾ സ്കൂളിലൊക്കെ വിട്ട് ഒരുവിധം തിരക്കൊക്കെ കഴിഞ്ഞിട്ടല്ലേ കയറിയേക്കുന്നേ. ഇനി ബാക്കി നമുക്ക് 12 ശേഷം ചെയ്യാം. എന്തായാലും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പൈസയൊക്കെ മുടക്കി കോഴ്സ് ചെയ്യുകയല്ലേ, നമുക്ക് അതിൻ്റെതായ ഒരു പ്രയോജനം നമുക്ക് വേണമല്ലോ അല്ലെ? നമ്മള് ക്ലാസ്സിൽ കയറാതെ വായിക്കുന്നതും ക്ലാസ്സില് നമ്മള് ഇരുന്നിട്ട് വായിക്കണേലും തമ്മിൽ ഒത്തിരി വ്യത്യാസം ഇല്ലേ? അല്ലെ? തന്നെ വായിച്ച് പഠിക്കുന്നതും ജസ്റ്റ് സ്കൂളിൽ ആണെങ്കിൽ അങ്ങനെയല്ലേ? നമ്മൾ ഒരു ദിവസം സ്കൂളിൽ ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചെല്ലുമ്പോ എന്ത് പാടാ അല്ലെ? ടീച്ചർ പറയുന്ന പോലെ നമ്മൾ എത്ര വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടില്ല. എന്നാൽ ക്ലാസ്സിൽ ഇരുന്നിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ഓർത്തെടുക്കാൻ പറ്റും ഇല്ലേ? നമുക്ക് കേട്ടാ മതി, നമുക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ അത് ഉണ്ടാവും പറയുന്ന കാര്യങ്ങള്. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ ബാക്കി പണിയൊക്കെ അവിടെ കിടന്നോട്ടെ, നമുക്ക് അതിന് ശേഷം ചെയ്യാം. ഓക്കെ, അപ്പൊ പിന്നെ അങ്ങനെ നമുക്ക് അത്യാവശ്യം നമുക്ക് ലൈവിൽ കയറാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെയാണ് നല്ലത്. നമ്മൾ ആ ക്ലാസ് ഇരിക്കുന്ന സമയം നമ്മൾ ഒപ്പം പഠിച്ചു വെക്കോളും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് പിന്നെ ഒത്തിരി അതിലേക്ക് റിസ്ക് എടുക്കേണ്ടി വരില്ല കേട്ടോ. നോക്കിയേ, the most common type of hospital acquired infection are, ഏതൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ? ചോദിക്കാറുണ്ട് കേട്ടോ. ഏതൊക്കെയാണ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യണേന്നുള്ളത്? ഏതൊക്കെയാന്ന് നോക്കിയേ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്താ? മൂത്രാശയത്തിനുണ്ടാകുന്ന അണുബാധ. ഇനി ചിലർക്കൊക്കെ യൂറിൻ പോകാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരുണ്ടാവും അല്ലെ? അപ്പൊ അവർക്ക് യൂറിനറി കത്തീറ്റർ, മൂത്രം പോകാൻ ആ ട്യൂബ് ഇടുന്ന കണ്ടിട്ടില്ലേ അല്ലേ? അപ്പൊ അങ്ങനെ ട്യൂബൊക്കെ ഇടുന്നവർക്ക് കുറച്ചൊക്കെ അങ്ങനെയുള്ളവർക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാം. പിന്നെ അല്ലാതെ നമ്മൾ ഇത്ര വെള്ളം കുടിക്കുന്നതും ഒക്കെ നമ്മൾ കുറവാണെങ്കിലും യൂറിനറി ഇൻഫെക്ഷൻ വരാത്തവരുണ്ടോ? വളരെ കുറവായിരിക്കും അല്ലേ? നമ്മൾ പിള്ളേരോട് വെള്ളമൊക്കെ കുടിക്കാൻ പറഞ്ഞൊക്കെ പറയും, പക്ഷെ നമ്മൾ വെള്ളം കുടിക്കുന്നത് ചിലപ്പോൾ കുറവായിരിക്കും അല്ലെ? യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ടില്ലേ? അതൊരു ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. അതായത് ഇവിടെ അങ്ങനെ പറയുന്നത് എന്താ? ഹോസ്പിറ്റലില് പേഷ്യന്റ് അഡ്മിറ്റ് ആയി അവർക്ക് യൂറിനൊക്കെ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താ, ട്യൂബൊക്കെ ഇടുമ്പോഴും അങ്ങനെ കുറച്ച് നാളെ ട്യൂബൊക്കെ ഇടുമ്പോഴും ഇൻഫെക്ഷൻ വരാം. അതാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ മൂത്രാശയത്തിൽ ഉണ്ടാകുന്ന അണുബാധ. നെക്സ്റ്റ് ആണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്താ? സർജറി ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന എക്യുപ്മെന്റ്സ് കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ അല്ലെ, മലിനമാണെങ്കിൽ എന്താ പറയാ, ആ ഇൻസ്ട്രുമെന്റ്സിൽ കൂടെ നമുക്ക് ഇൻഫെക്ഷൻ വരാം. ആ സർജിക്കൽ സൈറ്റിൽ ഇൻഫെക്ഷൻ വരാം. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. അടുത്തതാണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് വെച്ചാൽ നമ്മുടെ ആമാശയത്തിന്റെയും കുടലിന്റെയും ഒക്കെ വീക്കമാണ് കേട്ടോ. ഇൻഫ്ലമേഷൻ ഓഫ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട്. നമ്മുടെ ദഹനനാളത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ വീക്കം ആണ്. ആമാശയത്തിന്റെയും കുടലിന്റെയും ഒക്കെ വീക്കം, ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. അടുത്തതാണ് മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചൈറ്റിസ് എന്താ? നമ്മുടെ ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ലെയർ, അതാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. അതിനുണ്ടാകുന്ന വീക്കം, ആ ലെയറിന് ഉണ്ടാകുന്ന വീക്കമാണ് ഏത്? മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. മെനിഞ്ചസ് ആണ് ലെയർ, ബ്രെയിനെയും സ്പൈനൽ കോഡിനെയൊക്കെ കവർ ചെയ്യുന്ന ലെയർ. ആ ലെയറിൽ ഉണ്ടാകുന്ന വീക്കം അതാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് കേട്ടോ. മെനിഞ്ചൈറ്റിസ്.
അടുത്തതാണ് ന്യൂമോണിയ. ന്യൂമോണിയ അറിയാലോ, ഏതാണ്? ലങ്സിന് അല്ലെ, ലങ്സിൽ ഉണ്ടാകുന്ന പനിയൊക്കെ കൂടി അല്ലെ, നമ്മളെ കഫക്കെട്ടൊക്കെ കൂടി ന്യൂമോണിയ എന്ന് പറയും. ആ ലങ്സിൽ ഉണ്ടാകുന്ന വീക്കാണ് ന്യൂമോണിയ. ഇനി ഒരെണ്ണം കൂടി അവിടെ എഴുതി വെച്ചോട്ടെ നിങ്ങൾ. അതെന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? സ്കിൻ ഇൻഫെക്ഷൻ. അതും കൂടി ഒന്ന് ആഡ് ചെയ്തോടെ. സ്കിൻ ഇൻഫെക്ഷനും ഏതാണ്? ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ തന്നെയാണ് സ്കിൻ ഇൻഫെക്ഷൻ. ഇത്രയും ആ എക്സാമ്പിളുകൾ ഒന്ന് നോക്കി വെക്കാം. ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് ആൻ ഡൈജസ്റ്റീവ് ട്രാക്ട്. അതായത് എന്താ? നമ്മുടെ ഈ കുടലിൽ ആമാശയത്തിനും കുടലിനും ഒക്കെ ഉണ്ടാകുന്ന വീക്കമാണ്. ആമാശയത്തിനും കുടലിനും ഒക്കെ ഉണ്ടാകുന്ന വീക്കം. ആൻ ഇൻഫെക്ഷൻ ഓർ ഇൻഫ്ലമേഷൻ ഓഫ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട്. ഒന്ന് നോട്ട് ചെയ്താൽ മതി. നമ്മുടെ വയറ്, സ്റ്റൊമക്ക്, ഇൻഡസ്റ്റൈൻ, സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ, അതിനൊക്കെ ഉണ്ടാകുന്ന വീക്കം, ആമാശയത്തിനും കുടലിനും ഒക്കെ ഉണ്ടാകുന്ന വീക്കം. മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനെയും സ്പൈനൽ കോഡിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ലെയർ ആണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ആ മെനിഞ്ചസിൽ ഉണ്ടാകുന്ന വീക്കാണ്, അതാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും ഒക്കെ കവർ ചെയ്യുന്ന ലെയർ, ആ ലെയറിന് ഉണ്ടാകുന്ന വീക്കം. പിന്നെ ന്യൂമോണിയ ലൈഫിൽ ഉണ്ടാകുന്ന ആ ഒരു ഇൻഫ്ലമേഷൻ, വീക്കാണ്. പിന്നെ അടുത്തതാണ് പറഞ്ഞത് സ്കിൻ ഇൻഫെക്ഷൻ. ഇതൊക്കെ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷനിൽ വരുന്നതാണ്. ഇനി അടുത്ത് നോക്കിയേ, ദ സിംപ്റ്റംസ് ഫോർ ദീസ് ഇൻഫെക്ഷൻ മേ കൺസിസ്റ്റ് ഓഫ്. ഇനി ഇതിന്റെ സിംപ്റ്റംസ് എന്തൊക്കെയാ? ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ, അതിന്റെ സിംപ്റ്റംസ് എന്തൊക്കെയാ നോക്കിയേ. ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്. വൂണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? മുറിവ്. മുറിവിൽ നിന്ന് ഈ ഇങ്ങനെ പഴുപ്പൊക്കെ വരൂലേ, പുറത്ത് വരൂലേ? നമുക്ക് ഇൻഫെക്ഷൻ ആയി, ഇപ്പൊ നമ്മുടെ കയ്യിലൊരു ഉള്ളുണ്ട്, അന്നൊന്നും കുഴപ്പമുണ്ടാവില്ല. പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും പതുക്കെ നല്ല ചുവന്ന വേദന വന്ന് അവിടെ വീർത്ത് വരും. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പസിൽസ് പോലെ അല്ലെ, ഈ പഴുപ്പ് പോലെ വരൂലേ? അങ്ങനെ അതെന്താ? അപ്പൊ ഇൻഫെക്ഷൻ ആണെന്ന് പറയും, ഇൻഫെക്ഷൻ ആയതാന്ന് പറയും അല്ലെ. ഇൻഫെക്ഷൻ ആയതാണ് പറയാം. അതായത് ഈ അതിന്റെ ഒരു സിംറ്റംസ് ആ പറയുന്നത്. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷന്റെ സിംറ്റംസുകളാണ് ഈ കൊടുത്തേക്കുന്നത്. അതിന്റെ ഫസ്റ്റ് ആണ് മുറിവിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്ന ആ ഫ്ലൂയിഡ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. പസ്, അതന്നെ. പഴുപ്പൊക്കെ ഇല്ലേ, അല്ലെ? നമ്മൾ ഞെക്കി കഴിയുമ്പോൾ ആ ബൾജിലിരിക്കുന്ന ഭാഗം ഇങ്ങനെ ഞെക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇങ്ങനെ പഴുപ്പൊക്കെ പുറത്തേക്ക് വരാം. ഫീവർ, പനി വരാം. പിന്നെ കഫ്, ചുമ വരാം. ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ. ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ശ്വാസം മുട്ടൽ തോന്നാം. ചുമയൊക്കെ വന്ന് നമുക്ക് ശ്വാസം കിട്ടാത്ത പോലെ ഒരു ശ്വാസം മുട്ട് അനുഭവപ്പെടാം. ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, ശ്വാസം മുട്ട് തോന്നാം. അടുത്ത നോക്കിയേ, ബേണിംഗ് വിത്ത് യൂറിനേഷൻ. ഇനി യൂറിനേഷൻ ചെയ്യുമ്പോൾ നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ നമുക്ക് പുകച്ചില്, അതൊരു യൂറിനറി ഇൻഫെക്ഷന്റെ ഇതല്ലേ? യൂറിൻ പാസ് ചെയ്യുമ്പോൾ അവിടെ പുകച്ചില് വരാം. ഓർ ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ, അല്ലെങ്കിൽ യൂറിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകാം. ഇൻഫെക്ഷൻ വന്നവർക്ക് അറിയാം അല്ലെ, യൂറിനറി ഇൻഫെക്ഷൻ വന്നവർക്ക് അറിയാം അല്ലെ, ഭയങ്കര പുകച്ചിലൊക്കെ ആയിരിക്കും, നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഒരു പുകച്ചിലോ ഒക്കെ ആയിരിക്കും അല്ലെ. ബേണിംഗ് വിത്ത് യൂറിനേഷൻ ഓർ ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ. യൂറിനേഷൻ ചെയ്യുമ്പോൾ പുകച്ചിൽ വരാം, അല്ലെങ്കിൽ യൂറിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അടുത്തത് ഹെഡ് ഏക്ക്. അടുത്തൊരു സിംറ്റംസ് ആണ് ഹെഡ് ഏക്ക്. ദെൻ നോസിയ. നോസിയ എന്ന് പറഞ്ഞാൽ ഓക്കാനം വരാം, ഓക്കാനം. വോമിറ്റിംഗ്, ഛർദിക്കാൻ വരാം. ഡയേറിയ, വയറിളക്കം. ഇതൊക്കെ സിംറ്റംസ് ആണ്. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷന്റെ സിംറ്റംസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ തന്നേക്കുന്ന സിംറ്റംസ് ഒക്കെ നിങ്ങൾ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. എന്താണ്? ആ ഒരു വൂണ്ട്, ഒരു മുറിവിൽ നിന്ന് ഇങ്ങനെ പഴുപ്പ് പോലെ വരാം, ഫീവർ, പനി വരാം, ചുമ വരാം, ശ്വാസം മുട്ട് അനുഭവപ്പെടാം, യൂറിൻ ചെയ്യുമ്പോൾ പുകച്ചിലുണ്ടാകാം, അല്ലെങ്കിൽ യൂറിനേഷന് ബുദ്ധിമുട്ടുണ്ടാകാം, തലവേദന വരാം, ഓക്കാനം, നോസിയ എന്ന് പറഞ്ഞാൽ ഓക്കാനം. ദെൻ വോമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഛർദിക്കാൻ വരാം, ഡയേറിയ, വയറിളക്കം. ക്ലിയർ അല്ലേ സിംറ്റംസ്? ഇനി ഇന്ന് തന്നെ ഒരു പ്രാവശ്യം വായിച്ചു വെക്കണം കേട്ടോ, പിന്നെ എക്സാമിന് വായിച്ചാലും മതി, പിന്നെ നിങ്ങൾ മറന്നു പോവില്ല. അത് ഇന്ന് തന്നെ ക്ലാസ് കേട്ടിട്ട് ഒരു പ്രാവശ്യം വായിച്ചു വെക്കാം. അടുത്ത നോക്കിയേ, people who experience new symptoms in their course, they say they also experience pain and irritation at the infection site. Full stop ഉണ്ട് കേട്ടോ അവിടെ.
ഇൻഫെക്ഷൻ സൈറ്റ്. അപ്പൊ ഈ ആളുകള് പല പല സിംറ്റംസുകൾ അവർക്ക് ഡെവലപ്പ് ചെയ്യാം. എക്സ്പീരിയൻസ് വെച്ചാൽ ഡെവലപ്പ് ചെയ്യാന്നുള്ള മീനിങ് ഉണ്ട്. അതായത് ആളുകൾക്ക് പുതിയ സിംറ്റംസുകൾ ഉണ്ടാവാം. അതായത് അതായത് ആ രോഗങ്ങൾ വരുമ്പോ അവര് പറയാം പല സിംറ്റംസ് ഉണ്ടാകാം. എന്താ അവർ പറയുന്നേ? they may say also experience pain, വേദന ഉണ്ടാകാം, അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കാം. എവിടെ? അവിടെ ഇൻഫെക്ഷൻ സൈറ്റ്. ആ ഇൻഫെക്ഷൻ സൈറ്റില് വേദനയും ഇറിറ്റേഷനും ഉണ്ടാകാം. അതൊക്കെ അവർ കോമൺ ആയിട്ട് പറയുന്ന കാര്യമാണ്. പിന്നെ പുതിയ പുതിയ സിംറ്റംസുകളും അവർക്ക് അനുഭവപ്പെടാം, ഡെവലപ്പ് ചെയ്യാം. Many will experience noticeable symptoms. പലർക്കും പല പ്രകടമായിട്ടുള്ള ലക്ഷണങ്ങളും അനുഭവപ്പെടാറുണ്ട്. പല സിംറ്റംസ് നമ്മൾ പറഞ്ഞില്ലേ, അതിപ്പോ ഒരാൾക്ക് വരുന്ന രീതിയിലായിരിക്കണം എന്നില്ല വേറെ ആൾക്ക് വരുന്നത്. അല്ലെങ്കിൽ പലതിന് പലതരത്തിലുള്ള ഇതൊക്കെ ആയിരിക്കും വരുന്നത്. Many will experience noticeable symptoms. പലർക്കും നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രകടമാകുന്ന പല ലക്ഷണങ്ങളും അനുഭവപ്പെടാം. ഇനി അടുത്തത് സോഴ്സ് ആണ്. ഇത് പഠിക്കണം കേട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട്. സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷന് സോഴ്സ്, ഈ ഇൻഫെക്ഷൻ വരാനുള്ള സോഴ്സുകൾ ഏതൊക്കെയാണ്? നിങ്ങളൊക്കെ ഹോസ്പിറ്റലിലൊക്കെ ആരെങ്കിലൊക്കെ അഡ്മിറ്റ് ആന്ന് പറയാൻ പോകാറുണ്ടോ? കാണാനൊക്കെ ഹോസ്പിറ്റലിൽ പോകാറുണ്ടോ? കാണാനായിട്ട് വിസിറ്റ് ചെയ്യാനായിട്ട് പോകാറുണ്ട് അല്ലേ? പോകാം. നമ്മൾ വിചാരിക്കും അയ്യോ നമ്മൾ കാണാൻ പോയില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കുന്നു ഓർത്തിട്ടാ നമ്മൾ പോകുന്നത്. പക്ഷേ എന്താ പറയാ, അധികം നമ്മളൊരു പേഷ്യന്റ് അഡ്മിറ്റ് ആയ ഹോസ്പിറ്റലിൽ കാണാൻ പോവാത്തത് തന്നെയാണ് നല്ലത്. എന്താന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ പോകുമ്പോഴ് നമുക്ക് ഇനിയിപ്പൊ വല്ല അസുഖമോ അല്ലെ വേറെ എന്തെങ്കിലും, നിങ്ങൾ എന്നാ അസുഖം ഉണ്ടെങ്കിൽ അങ്ങനെ പോകാറില്ല അല്ലെ? വല്ല ചുമയോ അല്ലെ ജലദോഷോ പനിയോ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെ അധികം പോകാറില്ല. അധികം എന്താ ആ പേഷ്യന്റ് ഒക്കെ ആയി വീട്ടിൽ വന്നതിന് ശേഷം കാണാൻ പോകുന്നത് തന്നെയായിരിക്കും ബെറ്റർ. അത് പലർക്കും അറിയില്ലാത്തതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇനി വല്ല ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് അസുഖം ഉണ്ടെങ്കിലോ നമ്മൾ സ്നേഹം കൊണ്ടായിരിക്കും കാണാൻ ചെല്ലുന്നത് അല്ലെ? പക്ഷെ ആ പേഷ്യന്റിന് എന്താ പറയാ, നമ്മളിന്ന് ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാം. നമ്മളൊരു കാരണക്കാരാണ്, വിസിറ്റേഴ്സ് ഒരു കാരണക്കാരാണ്, ഒരു സോഴ്സ് ആണ് ഇൻഫെക്ഷൻ വരാനുള്ളത്. നമുക്കറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ചിലർക്ക് പേഷ്യന്റിന്റെ കൂടെ ഒരു ബൈസ്റ്റാൻഡർ മാത്രമേ പറ്റുള്ളൂ അല്ലെ? വേറെ ആരെയും കയറ്റൂല നിർബന്ധമായിട്ട്. അതുപോലെ തന്നെ വല്ല പാസ്സൊക്കെ കൊടുത്ത് അങ്ങനെ ലിമിറ്റഡ് ആളുകൾ മാത്രമേ കയറ്റുള്ളൂ. എന്താ? പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഈ ഇൻഫെക്ഷന്റെ ഒരു സോഴ്സ് ആണ് നമ്മളെന്ന് പറയുന്നത്, വിസിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് സോഴ്സുകൾ കൊടുത്തേണ്ട കണ്ട, ബബിൾസ് കൊടുത്തേക്കുന്നുണ്ടോ? ഒരു കുട്ടി അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുകയാണ്. അപ്പൊ ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ പേഷ്യന്റിന് എന്താ, നമുക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? എവിടെ നിന്നൊക്കെ അവർക്ക് ഇൻഫെക്ഷൻ വരാം? എവിടെ നിന്ന് നോക്കിയേ? അതർ പേഷ്യൻസ്. കണ്ടോ, മറ്റുള്ള പേഷ്യൻസിൽ നിന്ന് വരാം. ഇപ്പൊ നമ്മളെ റൂമാണെങ്കിലും ഓക്കെ, അയാൾ സേഫ് ആണ്. ഇനി വാർഡൊക്കെ ആണെങ്കിലോ നമ്മുടെ അടുത്ത് കിടക്കുന്ന ആള് അല്ലേ, അടുത്ത് കിടക്കുന്ന പേഷ്യന്റിന് വല്ല ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ വരാൻ പാടില്ലേ അല്ലേ? അതായത് മറ്റുള്ള പേഷ്യൻസിൽ നിന്നും. ഇപ്പൊ അടുത്ത് നമ്മൾ ആരെങ്കിലും അഡ്മിറ്റ് എടുക്കുന്നുണ്ട്, അവർ വേണമെങ്കിൽ ഈ പറയുന്ന സ്നേഹം കൊണ്ട് വേണമെങ്കിൽ നമ്മളെ കാണാൻ വരാം. പക്ഷെ അയാൾക്ക് വല്ല ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വരാം. അതാണ് മറ്റുള്ള പേഷ്യൻസിൽ നിന്ന് വരാം. ഒരു സോഴ്സ് ആണ് കേട്ടോ. ഓരോന്ന് പറയുമ്പോൾ തന്നെ പഠിച്ചു പോകാം. അതർ പേഷ്യൻസ്, മറ്റുള്ള പേഷ്യൻസിൽ നിന്ന് ഇൻഫെക്ഷൻ വരാം. ഇനി അടുത്ത് നോക്കിയേ, വിസിറ്റേഴ്സ്. കണ്ടോ, വിസിറ്റ് ചെയ്യുന്ന ആളുകള് ആ പേഷ്യന്റിനെ കാണാൻ പോകൂലേ, അവരുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും, വിസിറ്റേഴ്സിൽ നിന്ന് ഇൻഫെക്ഷൻ വരാം. പിന്നെ നോക്കിയേ, ഹോസ്പിറ്റൽ പേഴ്സൺസ്. നമ്മൾ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിലെ ആളുകളിൽ നിന്ന് വരാം. അപ്പൊ ഹോസ്പിറ്റലിലെ സ്റ്റാഫോ അല്ലെങ്കിൽ അവിടെ ക്ലീനിങ്ങിന് വരെയോ അങ്ങനെ എന്തെങ്കിലും ഹോസ്പിറ്റലിലെ ആളുകളിൽ നിന്നും ആ പേഷ്യന്റിലേക്ക് ഇൻഫെക്ഷൻ വരാം. അതായത് അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ഇൻഫെക്ഷൻ വരാം. ഇനി സർജിക്കൽ പ്രൊസീജിയർ വഴി നമ്മൾ പറഞ്ഞില്ലേ, സർജിക്കൽ പ്രൊസീജിയർ അവിടെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അവർക്ക് ആ സർജറി ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഇൻഫെക്ഷൻ വരാം. സർജിക്കൽ പ്രൊസീജിയർ മൂലം വരാം. പിന്നെ അടുത്ത ഇൻഫെക്ഷന്റെ ഒരു സോഴ്സ് ഏതാ? എയർ അല്ലെ? ഇൻഫെക്ഷൻ ഉള്ള ആള് അയാള് സംസാരിച്ച് കഴിയുമ്പോ ആ ഇൻഫെക്ഷൻ അതിന്റെ കണികകളൊക്കെ എവിടെ വരും? ആ എയറിൽ നിൽക്കും. ആ എയർ നമ്മൾ ശ്വസിക്കുമ്പോൾ ആ എയറിൽ കൂടി ഇൻഫെക്ഷൻ നമുക്കിലേക്ക് വരും.
എയറിൽ കൂടെ ഇൻഫെക്ഷൻ വരാം. പിന്നെ അടുത്തത് ഇൻഫെക്ഷൻ വരാം വാട്ടർ ഓർ ഫുഡ്. വാട്ടർ ഓർ ഫുഡ് എന്ന് പറഞ്ഞാൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള കേട്ടോ. ഇപ്പൊ കുറച്ചു നേരം തുറന്നു വെച്ച ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് ഇൻഫെക്ഷൻ വരാം. അല്ലെങ്കിൽ തിളപ്പിക്കാത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാല് അല്ലെ, വാട്ടർ ഒക്കെ നല്ല, അതാണ് നമ്മളോട് ശരിക്കും തിളപ്പിച്ച ആറിയ വെള്ളം തന്നെ കുടിക്കണം. വെറുതെ പച്ചവെള്ളം കുടിക്കരുത്, തിളപ്പിച്ച വെള്ളം മാത്രമേ കുടിക്കാവുള്ളൂ എന്ന് പറയുന്നത്. ഇത് വാട്ടറിൽ കൂടിയോ അല്ലെങ്കിൽ ഫുഡിൽ കൂടി ഇൻഫെക്ഷൻ വരാം. പഴകിയ ഭക്ഷണമൊന്നും കഴിക്കരുത് അല്ലേ, ഫ്രഷ് ആയിട്ടുള്ളത് മാത്രം കഴിക്കുക, ചീത്തയായ സാധനങ്ങൾ കഴിക്കരുത്, തുറന്നു വെച്ച ആഹാരം കഴിക്കരുത് എന്നൊക്കെ പറയുന്നത്. അതിൽ കൂടെ ഇൻഫെക്ഷൻ വരാം. പിന്നെ അടുത്തതാണ് പേഷ്യൻസ് നോർമൽ ഫ്ലോറ. പേഷ്യൻസ് നോർമൽ ഫ്ലോറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള മൈക്രോ ഓർഗാനിസംസ് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഉള്ളിലുള്ള മൈക്രോ ഓർഗാനിസംസ്, അങ്ങനെയുള്ള നോർമൽ ഫ്ലോറ, അതായത് പേഷ്യൻസ് നമ്മുടെ ഉള്ളിലുള്ള മൈക്രോ ഓർഗാനിസംസ്, അതിൽ നിന്ന് തന്നെ നമുക്ക് ഇൻഫെക്ഷൻ വരാം. പിന്നെ അടുത്തതാണ് ഫോമിറ്റിംഗ് കണ്ടാമിനേഷൻ. ഫോമിറ്റിംഗ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒബ്ജക്ട്സിൽ നിന്നും ഇൻഫെക്ഷൻ വരാം. അവിടെ ഒന്ന് എഴുതിക്കോ, മറ്റു ഒബ്ജക്റ്റുകൾ. ഇതാണ് ഫോമിറ്റിംഗ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. ഫോമിറ്റിംഗ് കണ്ടാമിനേഷൻ എന്താ, മറ്റുള്ള ഒബ്ജക്ട്സിൽ നിന്നും നമുക്ക് ഇൻഫെക്ഷൻ വരാം. ഏതൊക്കെയാ? ഇപ്പൊ നമ്മളെ എല്ലാ ബുക്കോ അല്ലെങ്കിൽ ഡോർ നോബ്, സ്വിച്ച് അല്ലെ, അങ്ങനെയൊക്കെ ഉള്ളത്, അങ്ങനെയുള്ള എന്തെങ്കിലും. ഇപ്പൊ ഒരു ഇൻഫെക്ഷൻ ഉള്ള ഒരാള് പിടിച്ച് ഡോറ്, അത് ആ ഡോറിലോ ഹാൻഡിലോ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരാം. ഡയറക്റ്റ് അല്ല, മറ്റുള്ള ഒബ്ജക്ട്സ് വഴി ഇൻഫെക്ഷൻ ഉള്ള ഒരാള് പിടിച്ച വസ്തുക്കള് അത് നമ്മൾ എടുക്കുമ്പോൾ ആ ഒബ്ജക്ട്സിൽ കൂടെ നമുക്ക് ഇൻഫെക്ഷൻ വരാം, മറ്റുള്ള ഒബ്ജക്ട്സ് വഴി. ഇനി അടുത്തതാണ് ഡിവൈസസ്, ഡ്രെയിൻസ് ആൻഡ് കാത്തീറ്റർ എന്ന് പറയും. മറ്റുള്ള ഉപകരണങ്ങള്, ഡ്രെയിൻസ്, പിന്നെ അതുപോലെ തന്നെ കാത്തീറ്റർ. കാത്തീറ്റർ ഇപ്പൊ നമ്മൾ യൂറിനറി കാത്തീറ്ററിന്റെ ഒക്കെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ അങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ നമുക്ക് ഇൻഫെക്ഷൻ വരും. ഇത്രയാണ് ഒരു ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ. ഓർഡറിൽ തന്നെ പഠിക്കണം. ഓർഡർ ഒന്നും വേണ്ട, നമുക്ക് ഇതിനകത്ത് നിന്ന് ചിലപ്പോൾ 2 or 3 ഓപ്ഷൻ ഒക്കെ തരുള്ളൂ. ചിലപ്പോ എല്ലാം തന്നിട്ട് ഓൾ ഓഫ് ദി അബോവ് എന്നായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൽ 2-3 തന്നിട്ട് വേറെ ഇതുമായിട്ട് എന്താ പറയാ, വേറെ ഏതെങ്കിലും ആയിരിക്കും ഇത് വരുന്നത്. സോഴ്സ് ഇത്രയും നമ്മൾ ഓർത്ത് വെക്കുക, ഓർഡർ ഒന്നും വേണ്ട. അപ്പൊ നമുക്കിത് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കാം. ഇത് സോഴ്സ് ആണോ, സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആണോ, അത്രയും നമ്മൾ ഇൻഫെക്ഷന്റെ സോഴ്സ് ആണോ എന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. മറ്റുള്ള പേഷ്യൻസിൽ നിന്ന്, വിസിറ്റേഴ്സിൽ നിന്ന്, ഹോസ്പിറ്റലിലെ ആളുകളിൽ നിന്ന്, സർജിക്കൽ പ്രൊസീജിയർ വഴി ഇൻഫെക്ഷൻ, എയർ വഴി വരാം, വാട്ടർ ഓർ ഫുഡ് വഴി വരാം, പേഷ്യൻസിന്റെ നോർമൽ ഫ്ലോറ, നമ്മുടെ ഉള്ളിലുള്ള മൈക്രോ ഓർഗാനിസംസ് അതുവഴി തന്നെ ഇൻഫെക്ഷൻ വരാം, മറ്റുള്ള ഒബ്ജക്ട്സിൽ നിന്ന് വരാം, ഡിവൈസുകൾ, കാത്തീറ്ററുകൾ, ഡ്രെയിൻസ് അതുവഴി ഇൻഫെക്ഷൻ വരാം. പേരുകൾ മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇത് സോഴ്സ് ആണോ അല്ലയോ എന്നുള്ളതൊന്ന് ഐഡന്റിഫൈ ചെയ്യുക. Which of the following is the source of infection in the hospital? No. ഇൻക്ലൂഡഡ് ഇൻ ദ, അല്ലെങ്കിൽ കംസ് അണ്ടർ നോ, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. എനിക്കാണ് നോക്കാം. ഇനി അടുത്തത് ഹെഡിങ്, who is at the risk for nosocomial infection? ഇനി ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ, അതില് റിസ്ക് ഉള്ളവര്, അതായത് അതിന് സാധ്യതയുള്ള ആളുകൾ ആർക്കൊക്കെയാണ് ഇൻഫെക്ഷൻ വരാൻ കൂടുതൽ സാധ്യതയുള്ളവര്? അപ്പൊ ഈ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ളത് ആരൊക്കെയാണ്, ആർക്കൊക്കെയാണ്? അതാണ് നെക്സ്റ്റ് ഹെഡിങ്. Who is at the risk for nosocomial infection? Nosocomial infection അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ളത് ആരെല്ലാം? Those who are admitted to the healthcare facility are at the risk of കോണ്ടാക്ടിങ് HAI. ആർക്കാണ് റിസ്ക്? അതായത് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ അഡ്മിറ്റ് ആവുന്ന എല്ലാവർക്കും ഈ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. For some bacteria, the risk may also depend on some bacteria. ചില ബാക്ടീരിയകൾ വഴി നമുക്ക് എങ്ങനെ ഇൻഫെക്ഷൻ വരാം? ഇവിടെ താഴെ കുറച്ച് പോയിന്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഇൻഫെക്ഷന് സാധ്യതയുള്ള ആളുകളാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇൻഫെക്ഷൻ വരാമെന്നാ പറയുന്നത്. ഫസ്റ്റ് ഇത് നോക്കിയേ, പേഷ്യന്റ്, ഹോസ്പിറ്റൽ, റൂംമേറ്റ്. കേട്ടോ, റൂംമേറ്റിന് ഇൻഫെക്ഷൻ വരാം. ഇപ്പൊ ഇൻഫെക്ഷൻ ഉള്ള ഒരാള്
നമ്മുടെ റൂംമേറ്റ്, അതായത് നമ്മുടെ വാർഡൊക്കെ ആണെങ്കിൽ അടുത്തുള്ള ആൾക്കും ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പേഷ്യന്റ്, ഹോസ്പിറ്റൽ, റൂംമേറ്റ്. പിന്നെ അടുത്ത് നോക്കിയേ, ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ളത് ആർക്കാണ്? ഏജ്, particularly if the patient is more than 70 years old. 70 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആളുകൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്താ അങ്ങനെ പറയുന്നത്? എന്താ 70 വയസ്സിൽ കൂടുതലുള്ള ആളുകൾ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞേക്കുന്നത് എന്താ? അവർക്ക് എന്തായിരിക്കും? 70 വയസ്സിൽ കൂടുതലുള്ള ആളുകൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഏജ്, particularly if the patient is more than 70 years. ഇമ്മ്യൂണിറ്റി വെരി ഗുഡ് അല്ലെ? നമുക്ക് അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അതാണ് ഈ പ്രായമായ ആളുകൾക്കൊക്കെ പെട്ടെന്ന് അല്ലെ ഈ ഇമ്മ്യൂണിറ്റി വീക്ക് ആണ് അല്ലെ, കുറവായിരിക്കും അവർക്ക്. അപ്പൊ പെട്ടെന്ന് അസുഖമൊക്കെ വരും. എന്നാൽ യങ്സ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ, നമുക്കൊക്കെ ആണെങ്കിൽ എന്താ പറയാ, പ്രതിരോധ ശേഷി അല്ലെ, രോഗപ്രതിരോധ ശേഷി കൂടുതലുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് അസുഖമൊന്നും വരില്ല. എന്നാൽ പ്രായമാർക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ്, രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവ് കുറവാണ്, അവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാവുന്ന കേട്ടോ. 70 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവർക്ക് ഇൻഫെക്ഷൻ വരാം. പിന്നെ അടുത്ത് നോക്കിയേ, ഹൗ ലോങ് patient has been using antibiotics. Patient എന്ന് തന്നെയല്ലേ നോക്കിയത് കേട്ടോ ടെക്സ്റ്റില്. How long patient has been using antibiotics. ഇനി കുറെ നാളുകള് ആന്റിബയോട്ടിക്സ് കഴിക്കുന്ന ആളുകൾക്ക് ഇൻഫെക്ഷൻ വരാം. അതായത് ഇപ്പൊ ഡോക്ടർ ആന്റിബയോട്ടിക് 5 ദിവസമൊക്കെ ആയിരിക്കും വെക്കാറ് അല്ലേ? അത് കഴിയുമ്പോൾ നമ്മൾ നിർത്തണം. അപ്പൊ കുറെ നാളുകളായിട്ട് കണ്ടിന്യൂസ് ഇങ്ങനെ ആന്റിബയോട്ടിക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കും എന്താണ് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവർക്ക് അതിനുള്ള റിസ്ക് ഉണ്ട്. ഇത് കാണാതെ പഠിക്കണോ? ഇത് ആലോചിച്ച് നോക്കിയേ. ഈ പോയിന്റ്സ് കണ്ടു കഴിഞ്ഞാൽ ഇനി അത് കാണാതെ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആർക്കൊക്കെ ഇൻഫെക്ഷന് സാധ്യതയുണ്ടെന്ന് അവിടെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുകയാണ്, ആർക്കൊക്കെയാണ് ഈ നോസോഫോബിയൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ളവര്. അതാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഹോസ്പിറ്റൽ പേഷ്യന്റ്, ഹോസ്പിറ്റൽ റൂംമേറ്റ്, അവരിൽ ഇൻഫെക്ഷൻ വരാം, അവർക്ക് സാധ്യതയുണ്ട്. റൂംമേറ്റിന് സാധ്യതയുണ്ട്, ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഇനി 70 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആളുകൾക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ കുറെ നാളുകളായിട്ട് ആന്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സാധ്യതയുണ്ട്. ആർക്കെങ്കിലും ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഇതൊക്കെ ബൈഹാർട്ട് ചെയ്യണമെന്ന് തോന്നണ്ട. ഈ പോയിന്റ്സ് അവിടെ ആൻസർ ഉണ്ട്. നിങ്ങൾക്ക് 4 ഓപ്ഷനായിട്ട് അവിടെ ആൻസർ കിടക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. ഈ പോയിന്റ്സുകളിലൂടെ പോകുമ്പോൾ നമുക്ക് അവിടെ ആൻസർ കാണുമ്പോ ഇത് വരാൻ സാധ്യതയുള്ളവരാണോ എന്ന് കണ്ടുപിടിക്കാലോ അല്ലെ? ഇതൊന്ന് വായിച്ചപ്പോലേ, ഇതൊന്ന് ടിക്കറ്റ് വെച്ചോണ്ടോ. ഇനി അടുത്ത് നോക്കിയേ, whether the patient has a urinary catheter or not. Urinary catheter, അതായത് യൂറിനറി catheter ഉപയോഗിക്കുന്ന പേഷ്യൻസിനും ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അതാ ഞാൻ പറഞ്ഞു, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. കുറെ നാളുകള് നമ്മളെ യൂറിനറി catheter ഉപയോഗിക്കുമ്പോൾ അങ്ങനെ എന്താ പറയാ, അങ്ങനെയുള്ളവർക്ക് അവിടെ യൂറിനറി ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ലെങ്തി ICU സ്റ്റേസ്, ICUല് കുറെ നാളുകൾ കിടക്കുന്നവർക്ക് ഇൻഫെക്ഷൻ വരാം. ലെങ്തി ICU സ്റ്റേസ്, ICUല് കുറച്ച് നാളുകൾ കിടക്കുന്നവർക്കും ഇൻഫെക്ഷൻ വരാം. അടുത്ത് നോക്കിയേ, whether patient has been കോമ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യൻസ്, അവർക്കും ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് അല്ലെ? കോമ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യൻസിനും ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ എനി ട്രോമ എന്ന് പറഞ്ഞാൽ ആഘാതം, അതായത് എന്തെങ്കിലും ആക്സിഡന്റോ കാര്യങ്ങളൊക്കെ പറ്റി അമിതമായിട്ടുള്ള ഇഞ്ചുറി ഒക്കെ ആയിട്ട് കിടക്കണ ഇതില്ലേ, ആഘാതം, തലയ്ക്ക് ഇപ്പൊ ഒരു അടിയിട്ടി അല്ലെ, അങ്ങനെ എന്തെങ്കിലും ട്രോമ സ്റ്റേജിൽ, അതായത് ആഘാതമൊക്കെ പറ്റിയിട്ട് ഇല്ല തലയൊക്കെ ചെന്ന് ഇടിച്ച എന്തെങ്കിലും അപകടങ്ങൾ പറ്റി അങ്ങനെ കിടക്കുന്ന ആളുകൾക്കും ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അടുത്ത് നോക്കിയേ, ത്രെറ്റൻഡ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉണ്ടാകുന്ന അപകടം, അതായത് ഇമ്മ്യൂണിറ്റി കുറയുന്ന ആളുകൾക്കും ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്തെങ്കിലും തകരാറ് പറ്റുകയാണെങ്കിൽ, നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് എന്തെങ്കിലും തകരാറ് പറ്റുകയാണെങ്കിലും ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്.
അവിടെ ഇങ്ങനെയുള്ള ഈ പറയുന്നവർക്കൊക്കെ ഈ നോസോകോമിയൽ ഇൻഫെക്ഷന് റിസ്ക് ഉള്ള ആളുകളാണ്, ഈ സാധ്യതയുള്ള ആളുകളാണ്. ആർക്കൊക്കെയാണ്? പേഷ്യന്റ്, ഹോസ്പിറ്റൽ, റൂംമേറ്റിന് സാധ്യതയുണ്ട്. 70 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആളുകൾക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ്, അതുകൊണ്ട് അവർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ദീർഘനാള് ആന്റിബയോട്ടിക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ്, അവർക്ക് രോഗം വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ യൂറിനറി കത്തീറ്റർ ഉപയോഗിക്കുന്ന പേഷ്യൻസിന് എന്താ പറയാ ഈ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ദീർഘനാള് ഐസിയുല് സ്റ്റേ ചെയ്യുന്ന ഐസിയുല് കിടക്കുന്ന പേഷ്യൻസിന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ കോമ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യൻസിന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും ആഘാതങ്ങൾ പറ്റിക്കിടക്കുന്നവർക്ക്, ഇനി ട്രോമ, എന്തെങ്കിലും ആഘാതങ്ങൾ പറ്റിക്കിടക്കുന്നവർക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്തെങ്കിലും അപകടം പറ്റിയവർക്ക്, അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം തകരാറിലായവർക്ക്, ഇമ്മ്യൂൺ സിസ്റ്റം തകരാറിലായവർക്കും എന്താ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഇനി ഇന്നൊന്ന് വായിച്ചു വെച്ചാൽ മതി, ഓക്കെയാണ്. ഇനി നെക്സ്റ്റ് നോക്കിയേ, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഇനി ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പല മാർഗങ്ങള്, മോഡ്, രീതികൾ ഏതൊക്കെയാണ്? ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പല രീതികള്. അപ്പൊ എങ്ങനെയൊക്കെ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാം? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇൻഫെക്ഷൻ പകരാമെന്നാണ് നോക്കുന്നത്. ഫസ്റ്റത്തെ ആണ് കോണ്ടാക്ട്. കോണ്ടാക്ട് ഓർ ഹാൻഡ് ബോൺ, BORNE. ടെക്സ്റ്റ് ഒന്ന് നോക്കിയേ, ബോണ്ണാണോ നോക്കട്ടോ. BORNE, കൈകൊണ്ടുള്ള. കോണ്ടാക്ട് വഴി, ഹാൻഡ് ബോൺ വഴി, ഹാൻഡ് ബോൺ, BORNE, ഹാൻഡ് ബോൺ എന്ന് പറഞ്ഞാൽ കൈകൊണ്ട്, അല്ലെങ്കിൽ കോണ്ടാക്ട് വഴി. മോസ്റ്റ് കോമൺ, അത് ചോദിക്കാറുണ്ട് കേട്ടോ, ആ ബ്രാക്കറ്റിൽ ഉള്ളതും കൂടി അണ്ടർലൈൻ ചെയ്തു. മോസ്റ്റ് കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷൻ രീതി, ഈ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഏറ്റവും സാധാരണമായിട്ടുള്ള ഒരു രീതിയാണ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ, which is the most common mode of transmission. ഏതാണ്? കോണ്ടാക്ട് ആണ്. കോണ്ടാക്ട് ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ആ ഒരു ട്രാൻസ്മിഷൻ രീതി. രോഗങ്ങള്, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ പകരുന്നത് കോണ്ടാക്ട് വഴി തന്നെയാണ്. ഇനി ഈ കോണ്ടാക്ട് ട്രാൻസ്മിഷനെ നമുക്ക് രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. വീണ്ടും രണ്ട് സബ് ഗ്രൂപ്പുകളുണ്ട്. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഇതൊക്കെയാണ് ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കോണ്ടാക്ട്, നേരിട്ട്, അറിയാലോ, നേരിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു. എനിക്കിപ്പോ എന്തെങ്കിലും അസുഖമുണ്ട്, ഞാൻ നേരെ വന്നിട്ട് ആരാണ് ഇവിടെ, ഐശ്വര്യയുടെ അടുത്ത് വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിച്ച്, അല്ലെങ്കിൽ കയ്യിൽ വന്നൊരു ഷൈക്കാൻഡ് വന്നു ഹലോ എന്ന് പറഞ്ഞ് ഐശ്വര്യക്ക് വരൂലേ? അത് ഡയറക്റ്റ് ആണ്, ഞങ്ങൾ തമ്മിൽ നേരിട്ടൊരു കോണ്ടാക്ട് ആണ്, അല്ലേ? അതാണ് ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ദിസ് കൺസിസ്റ്റ് ഓഫ് എ ഡയറക്റ്റ് സർഫസ് ടു ബോഡി സർഫസ് കോണ്ടാക്ട്. അണ്ടർലൈൻ ചെയ്ത് വെച്ചത് ഡയറക്റ്റ് സർഫസ് ടു ബോഡി സർഫസ്, നമ്മുടെ ബോഡി നേരിട്ട് എന്താ കോണ്ടാക്ട് ചെയ്യാണ്. ഇപ്പൊ ഞാൻ ഐശ്വര്യന് വന്ന് കയ്യെ പിടിച്ച് കുലുക്കി, അല്ലേ? പേഴ്സൺ ടു പേഴ്സൺ കോണ്ടാക്ട്. ഓക്കെ, വന്നിട്ടുണ്ട് അല്ലെ? എന്താണ് ഡയറക്റ്റ് ബോഡി സർഫസ് ടു ബോഡി സർഫസ് കോണ്ടാക്ട്. അതായത് നമ്മുടെ ബോഡി അയാളുടെ ബോഡി ആയിട്ട് നേരെ എന്താണ് ടച്ച് ചെയ്യുന്നുണ്ട്, കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അണ്ടർലൈൻ ചെയ്തോട്ടോ. ആൻഡ് ദി ഷിഫ്റ്റിംഗ് ഓഫ് മൈക്രോ ഓർഗാനിസം ബിറ്റ്വീൻ ദ ഹോസ്റ്റ് ആൻഡ് ഇൻഫെക്റ്റഡ് ഓർ കോളനൈസ്ഡ്. അതായത് ഇൻഫെക്ഷൻ ഉള്ള ആളിൽ നിന്ന് നേരിട്ട് അയാളിലേക്ക് ഇൻഫെക്ഷൻ, അതായത് ഫിസിക്കൽ ഷിഫ്റ്റിംഗ് ഓഫ് മൈക്രോ ഓർഗാനിസംസ്, ആ മൈക്രോബ്സ് നേരെ ഷിഫ്റ്റ് ചെയ്യും. അത് എപ്പോഴൊക്കെയാ? When a person turns a patient, അതായത് ഒരു പേഷ്യന്റിനെ നമ്മളൊരു പേഷ്യന്റിനെ മാറ്റുമ്പോഴോ, അതായത് എന്താ, നമ്മളിപ്പോ ഇൻഫെക്ഷൻ ഉള്ള ഒരാള്, അയാളെ നമ്മളൊരു ബൈസ്റ്റാൻഡർ ആയിട്ട് ഇപ്പൊ നമ്മൾ നിൽക്കാണ്, അപ്പൊ അയാളെ തിരിക്കോ, അല്ലെ? അയാളെ എണിപ്പിക്കോ?
അയാളെ ചാരിയിരുത്തോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നേരിട്ട് അവരുമായിട്ട് നമുക്ക് കോണ്ടാക്ട് വരുന്നുണ്ട് അല്ലെ. അതാണ് ഒരു വ്യക്തി ആ പേഷ്യന്റിനെ ടേൺ ചെയ്യിക്കുക എന്ന് പറയുന്നത് തിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കിടത്തുമ്പോഴോ അല്ലെങ്കിൽ അവരെ പിടിച്ചേൽപ്പിക്കുമ്പോഴോ അങ്ങനെ വരാം. ഗിവ് അപ്പ് അവരെ കുളിപ്പിക്കുമ്പോഴോ അല്ലെ, അവരെ കുളിപ്പിക്കുമ്പോഴും നേരിട്ട് ബോഡിയിലും ഇത് വരില്ലേ അല്ലെ, ആ പേഴ്സണുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് വരികയാണ് ആ ഇൻഫെക്ഷൻ ഉള്ള ആളെ കുളിപ്പിക്കുമ്പോഴോ. ഓർ ഡസ് അതർ പേഷ്യന്റ് കെയർ ജോബ്സ് മറ്റുള്ള രോഗി പരിചരണ രീതികള് അല്ലെ, അങ്ങനെ അത് ചെയ്യുമ്പോഴോ ഒക്കെ ഡയറക്റ്റ് പേഴ്സണൽ കോണ്ടാക്ട് വരും. അതൊന്നും അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. 3 കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. Person, turn a patient, give bath, other patient care jobs. മറ്റുള്ള രോഗി പരിചരണ രീതികള് ഇതൊക്കെ ചെയ്യുമ്പോഴോ ഏത് വരും? പേഴ്സണൽ കോണ്ടാക്ട്. അങ്ങനെ ആ ഒരു കോണ്ടാക്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരും. കിട്ടിയില്ല അത്? ഡയറക്റ്റ് ബോഡി സർഫസ് ടു ബോഡി സർഫസ് കോണ്ടാക്ട്, നേരിട്ട് കോണ്ടാക്ട് ചെയ്യും. ഓക്കെ, അതാണ് ഡയറക്റ്റ്. പേരിൽ തന്നെ അറിയാം. അതായത് ഇപ്പൊ നമ്മൾ ആ പേഷ്യന്റിനെ നമ്മൾ പരിചരിക്കാൻ നിൽക്കാണ്, പേഷ്യന്റിന് പിടിച്ചേൽപ്പിച്ചു, നേരെ അയാളുടെ ബോഡിയും നമ്മുടെ കൈയും കൂടി കോണ്ടാക്ട് ആണ്. അവരെ കുളിപ്പിച്ചു അല്ലെ, നമ്മള് ഡയറക്റ്റ് കോണ്ടാക്ട് വന്നു. മറ്റുള്ള രോഗി പരിചരണ രീതികള് അല്ലെ, അവരുടെ തലമുടി ഒന്ന് കെട്ടിക്കൊടുത്തു അല്ലെ, അവരെ ഒന്ന് ഏൽപ്പിച്ചു, അല്ലെങ്കിൽ അവരെ ഡ്രസ്സ് ഇടിപ്പിച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നേരിട്ട് അവരുമായിട്ട് കോണ്ടാക്ട് വരികയാണ്. ഇനി അടുത്തതാണ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. അപ്പൊ എങ്ങനെയാ? ഇൻഡയറക്റ്റ് കോണ്ടാക്ട്, നേരിട്ട് കോണ്ടാക്ട് ചെയ്യില്ല, നേരിട്ട് കോണ്ടാക്ട് ചെയ്യുന്നില്ല ഇവിടെ. ഇൻഡയറക്റ്റ് കോണ്ടാക്ട് നോക്കിയേ. This consists of contact of a susceptible host with a changed intermediate object. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കേട്ടോ. എങ്ങനെയാണ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ? Contact of a susceptible host with a changed intermediate object like contaminated instruments, needles or dressings, or changed gloves that are not changed between the patient, changed surface by needle, dried blood that transmits hepatitis B or C. നോക്കേ, ഇവിടെ എങ്ങനെ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇടയിൽ ആരുണ്ട്? ഒരു ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട്സ് ഉണ്ട്. ആരുണ്ട്? ഇന്റർമീഡിയറ്റ്, നടുക്ക് രണ്ടുപേർക്കിടെ നടുവില് ഒരു ഒബ്ജക്റ്റ് ഉണ്ട് കേട്ടോ. ആ ഇൻഫെക്ഷൻ ഉള്ള ആളും വേറെ ആളുമായിട്ട് അവർക്കിടെ രണ്ടുപേർക്കിടെ ഇടയില് ഒരു ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, ചിലപ്പോ ഇൻസ്ട്രുമെന്റ്സ് ആവാം. അപ്പൊ ഞാൻ എടുത്ത ഉപകരണങ്ങള് അയാൾ എന്തെങ്കിലും എടുക്കുവാണെങ്കിൽ ആ ഇൻസ്ട്രുമെന്റ്സിൽ കൂടെ ഇൻഫെക്ഷൻ വരാം. ആ ഉപകരണങ്ങളിൽ കൂടിയാണ് ഇൻഫെക്ഷൻ വരുന്നത്, മറ്റുള്ള ഒബ്ജക്ട്സിൽ കൂടിയാണ് വരുന്നത്. നീഡിലായിക്കോട്ടെ, നീഡിൽ വഴി, ഓർ ഡ്രസ്സിങ്സ്, അല്ലെങ്കിൽ ടൈൻഡ് ആയിട്ടുള്ള ഗ്ലൗസ് ഉണ്ടോ. ഇപ്പൊ നമ്മള് ഇൻഫെക്ഷൻ ഉള്ള ഒരാള് അയാൾക്ക് ഉപയോഗിച്ച അല്ലെങ്കിൽ ആ ഗ്ലൗസ് ഈ ഇപ്പൊ എന്താ പറയാ, ഒരു സ്റ്റാഫ് ഇൻഫെക്ഷൻ ഉള്ള ഒരാളെ പരിചരിക്കുകയാണ്. ഒരാള് ഇപ്പൊ ആ ഹോസ്റ്റ് എന്ന് പറഞ്ഞ ആതിഥേയൻ, അതായത് എന്താ പറയാ, നമുക്ക് ആ വരുന്ന ആൾ, ഇൻഫെക്ഷൻ വരുന്ന ആളില്ലേ, ആ ആളിലേക്ക് ആ പേഴ്സൺ, ഇൻഫെക്ഷൻ അല്ലാത്ത ആള്, ഹോസ്റ്റ് എന്ന് പറഞ്ഞ മലയാളം ആതിഥേയൻ എന്നാണ് പറയുന്നത്. ആതിഥേയൻ, ഹോസ്റ്റ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നോക്കിയേ, നമുക്ക് അവിടെ ഈ ഇൻഫെക്ഷൻ ഉള്ള ആളിൽ നിന്ന് ആ ഒരു പേഴ്സണിലേക്ക് എങ്ങനെ വരാം, എങ്ങനെ ഇൻഫെക്ഷൻ വരാം? ഒബ്ജക്ട്സ് വഴിയാണ്. ഇപ്പൊ ഒരു സ്റ്റാഫാണ്, സ്റ്റാഫ് നമ്മളൊരു പേഷ്യന്റിനെ പരിചരിക്കുക എന്ന് വിചാരിക്കുക. അപ്പോ ഗ്ലൗസ് ഇടും. ആ ഇൻഫെക്ഷൻ ഉള്ള ഒരാളെയാണ് നോക്കുന്നത്. അപ്പോ സ്റ്റാഫ് ഗ്ലൗസ് ഇട്ടു, ഗ്ലൗസ് ഇട്ടാണ് ഇൻഫെക്ഷൻ ഉള്ള ഒരാളെ പരിചരിച്ചത്. ഇനി അടുത്ത ആള് നോക്കുമ്പോൾ ആ ഗ്ലൗസ് ചേഞ്ച് ചെയ്തില്ലെങ്കിലോ ഇൻഫെക്ഷൻ ആ ഗ്ലൗസിൽ ഉണ്ടാവില്ലേ അല്ലെ? ആ ഗ്ലൗസ് തന്നെ ഉപയോഗിച്ച അടുത്ത പേഷ്യന്റിനെ നോക്കുകയാണെങ്കിലോ ആ പേഷ്യന്റിലേക്ക് എങ്ങനെ ഇൻഫെക്ഷൻ വരും? എങ്ങനെ ഇൻഫെക്ഷൻ വരും? ആ ഗ്ലൗസിൽ കൂടെ വരൂലേ? ആ ഇൻഫെക്ഷൻ എവിടെയുണ്ട്? ഗ്ലൗസിലുണ്ട്. ആ ഗ്ലൗസ് ചേഞ്ച് ചെയ്യാതെ ആ ഗ്ലൗസ് തന്നെ ഉപയോഗിച്ച് വേറൊരു പേഷ്യന്റിനെ നോക്കുകയാണെങ്കിൽ എന്താ? ഇൻഫെക്ഷൻ അയാളിലേക്ക് വരും. അതാണ്
പിന്നെ അതുപോലെ തന്നെ ടൈൻഡ് സർഫസ് ബൈ നീഡില്, ഈ ടൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, മാലിന്യമായിട്ടുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള നീഡില് dried blood that transmit hepatitis B or C. അതായത് ഹെപ്പറ്റൈറ്റിസ് 5 തരത്തിലുണ്ട്. എ ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, സി, ഡി, ഇ. അതില് ബിയും സിയും ബോഡി ഫ്ലൂയിഡിൽ കൂടെ പകരുന്നത്, ബോഡി ഫ്ലൂയിഡ്സിൽ കൂടെ പകരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും. ബാക്കി 3 എണ്ണവും കണ്ടാമിനേറ്റഡ് ഫുഡ് വാട്ടറിൽ കൂടെയാണ് അത് പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് എയും പിന്നെ ഇയും ഡിയും ഒക്കെ. അപ്പൊ അത് ബിയും സിയും പകരുന്നത് ഡ്രൈഡ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡിൽ കൂടെ, ബ്ലഡിൽ കൂടെ. അപ്പൊ അങ്ങനെ ഇൻഫെക്ഷൻ ഉള്ള ഒരാള് അയാളുടെ ആ നീഡില് അത് ഉപയോഗിക്കാണ്, ആ നീഡില് വേറെ ആൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ബോഡി ഫ്ലൂയിഡ് അതിൽ കൂടെ പകരാം, അല്ലെ? അത് ഇൻസ്ട്രുമെന്റ്സ് ആയിക്കോട്ടെ, അതിൽ കൂടെ ഈ ഇൻഫെക്ഷൻ പകരാം. അതായത് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും. ഓക്കെ, അത് പകരാം. അപ്പൊ ഇവിടെ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറഞ്ഞ എന്താണ്? ആരുണ്ട് ഇടയ്ക്ക്? ആരുണ്ട് അവിടെ? ആരുണ്ട്? ഒരു ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട്സ് ഉണ്ട്, നടുക്ക് ഒരാളുണ്ട്. മറ്റത് എങ്ങനെയാ? ഡയറക്റ്റ്. അപ്പൊ ഏരിയയിൽ തന്നെ അറിയാം നിങ്ങക്ക്. ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറഞ്ഞ എന്താ? ഡയറക്റ്റ് അവരുമായിട്ട് നേരിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യും. ഇത് നമ്മുടെ ആ 2 പേരുടെ ഇടയില്, ആ 2 പേരുടെയും ഇടയില് ആരുണ്ട്? ഒരു ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട്സ് ഉണ്ട്. അങ്ങനെ 2 എണ്ണമാണ് കേട്ടോ. ഇതാണ് ഈ ഏതാണ് ഈ മോസ്റ്റ് കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്, കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. അതിനെ 2 സബ് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് കോണ്ടാക്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റും ഉണ്ട്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ സെന്റൻസ് 2ന്റെയും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെ, ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് ഡയറക്റ്റ് സർഫസ് ടു ബോഡി സർഫസ് കോണ്ടാക്ട്. അത് ഏതാ സിറ്റുവേഷനും കൂടി ഒന്ന് നോക്കി വെച്ചോ. ഇത് ചോദിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാൻ പറ്റില്ല നമുക്ക്. പേഷ്യന്റിനെ തിരിക്കുമ്പോഴോ കുളിപ്പിക്കുമ്പോഴോ പേഷ്യന്റ് കെയർ ജോബ്സ് ചെയ്യുമ്പോഴോ കോണ്ടാക്ട് ട്രാൻസ്മിഷൻ വരാം. ഇനി ഇൻഡയറക്റ്റിൽ എന്താണ്? അവിടെ എന്തുണ്ട്? ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട്സ്, ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട്സ്, ഒരു മലിനമായിട്ടുള്ള, ഒരു ടൈൻഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്, അതുവഴി ആ ആളിലേക്ക് എന്താ പറയാ ഇൻഫെക്ഷൻ വരാം. പേഷ്യന്റിൽ നിന്ന് ആ ഹോസ്റ്റിലേക്ക്, പേഷ്യന്റിൽ നിന്ന് ആ ഹോസ്റ്റിലേക്ക് ഇൻഫെക്ഷൻ വരാം. ഓക്കെ, ഇനി അടുത്തത് പിന്നെ അവിടെ ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് നിന്ന് നോക്കി വെക്കാം. അത് ഏതൊക്കെയാണെന്നുള്ളത് വേണമെങ്കിൽ ഒന്ന് നോക്കി വെച്ചോ. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് വഴി, നീഡിൽ വഴി, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള നീഡിന് വഴി, അല്ലെങ്കിൽ ഡ്രസ്സിങ്സ് ആയിക്കോട്ടെ, മലിനമായിട്ടുള്ള ഗ്ലൗസുകൾ വഴി ഒക്കെ നമുക്ക് ഇൻഫെക്ഷൻ വരാം. ഓക്കെ, 2 കൂടി നോക്കി വെക്കാം. ഇത്രയും മതി. ബാക്കിയത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. കോണ്ടാക്ട് വരിക നമ്മൾ പറഞ്ഞേക്കുന്നത് 2 ഡയറക്റ്റും ഇൻഡയറക്റ്റ് കോണ്ടാക്ട്. ബാക്കിയത് നമുക്ക് ഇനിയിപ്പോ തുടങ്ങിയാൽ 2 മിനിറ്റ് അല്ലേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കാം. ഇൻട്രൊഡക്ഷനിൽ ആ പല പേരുകൾ നോക്കണം. റിസ്ക് ആണോ? Who is at the risk for nosocomial infection ആണോ? ആർക്കൊക്കെയാണ് ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ സാധ്യത ഉള്ളവര്? ആർക്കൊക്കെ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്? ആർക്കൊക്കെ വരാം? പേഷ്യന്റിന്റെ ഹോസ്പിറ്റൽ റൂംമേറ്റിന് ഇൻഫെക്ഷൻ വരാം. ഞാനിവിടെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ആയിട്ട് കിടക്കുക, എന്റെ റൂംമേറ്റിന് വരാലോ, അല്ലെ? എന്നിൽ നിന്ന് ആ റൂംമേറ്റിന് ഇൻഫെക്ഷൻ വരാം. പിന്നെ 70 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആളുകൾക്ക് ഇൻഫെക്ഷൻ വരാം. പിന്നെ ഈ ദീർഘകാലങ്ങളായിട്ട് ആന്റിബയോട്ടിക്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിന് ഇൻഫെക്ഷൻ വരാം. പിന്നെ യൂറിനറി കത്തീറ്റർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ദീർഘനാള് ഐസിയിൽ കിടക്കുന്ന പേഷ്യൻസിന്, 1-2 ദിവസമല്ല, കുറച്ച് നാള് ഐസിയിൽ കിടക്കുന്ന പേഷ്യൻസിന് ഇൻഫെക്ഷൻ വരാം. പിന്നെ കോമ സ്റ്റേജില്, ബോധമൊന്നും ഇല്ലാതെ അൺകോൺഷ്യസ് അല്ലേ കോമ എന്ന് പറയുന്നത്, അങ്ങനെയുള്ള പേഷ്യൻസ്, അങ്ങനെ ആ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യൻസിന് ഇൻഫെക്ഷൻ വരാം. പിന്നെ എന്തെങ്കിലും പരിക്കൊക്കെ പറ്റിയ ട്രോമ എന്ന് പറഞ്ഞ ആഘാതമാണ്, അമിതമായ ആഘാതം, ഏതായാലും വല്ല തലയ്ക്കൊക്കെ നല്ല അടിയുണ്ടോ, അല്ലെങ്കിൽ കയ്യ കാലിനൊക്കെ നല്ല ചതറ് പറ്റി
അല്ലെ? അങ്ങനെയൊക്കെ കിടക്കുന്ന പേഷ്യൻസ്, ട്രോമ എന്ന് പറഞ്ഞാൽ ആഘാതം, ആഘാതം ഒക്കെ പറ്റി കിടക്കുന്ന പേഷ്യൻസിന് ഇൻഫെക്ഷൻ വരാം. പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുകയാണെങ്കിൽ, നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രോപ്പർ അല്ല, ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്തെങ്കിലും തകരാറ് പറ്റിയിട്ടുണ്ടെങ്കിലും ഇൻഫെക്ഷൻ വരാം. ഇത്രയും കാര്യങ്ങൾ ഒന്ന് വായിച്ചു വെച്ചിരുന്നു കേട്ടോ. ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.